കഥ പറയാനാണ് വന്നത്. ഇതൊരു റിവെഞ്ചിൻ്റെ കഥയാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നു. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് കുട്ടികളും മനോധൈര്യവും ഇല്ലാത്ത ആരും എൻ്റെ വീഡിയോ കാണണ്ട. കാര്യം ഇതൊരു റിവെഞ്ചിൻ്റെ കഥയാണ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രാവൽ വ്ലോഗ് ചെയ്തു, ട്രാവൽ ടു വട്ടവട എന്ന് പറഞ്ഞു. അതിൽ ട്രാവൽ ടു വട്ടവട എന്ന് പറഞ്ഞ വ്ലോഗിൽ വട്ടവട കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ തങ്കൻ എന്ന് പറഞ്ഞ തെണ്ടി അയാൾ എന്നെ കളിയാക്കി. സോ റിവെഞ്ച് എടുക്കാമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. എൻ്റെ ഈഗോ ഹിറ്റായി. ഞാനപ്പോൾ ജിമ്മിൽ പോകുന്നു, മസിൽ വെക്കുന്നു, അയാളുടെ മൂക്കാൻ വേണ്ടി അടിച്ചു കൊടുക്കുന്നു. ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ ഡേ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും റിവെഞ്ച് എടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. തങ്ക, ഞാൻ ജിമ്മ് വരുന്നു, തന്നെ ഒന്ന് കാണും. അമ്മ ഞങ്ങൾ ജിമ്മിൽ പോകാൻ പോവാണ്. ഓക്കെ, ഇന്ന് ജോയിൻ ചെയ്യാൻ പോവാ. എങ്ങനെയാണ് ഞങ്ങൾ ഡിസിഷനെ പറ്റി എന്താ? പൈസ പൈസ അന്നക്ക് അണ്ണൻ തരുവേ, അണ്ണനക്ക് അണ്ണൻ എടുത്തോളൂ. 6 പാക്ക് ആയിട്ടാണ് ഇനി തിരിച്ചു തരുള്ളൂ. ഓക്കെ, ഒരു റിവെഞ്ച് ബാക്കിയുണ്ട്, അതാണ്. അതെ, അപ്പുറത്തൊരു മമ്മട്ടി ഇരിപ്പുണ്ട്. ആ മമ്മട്ടി എടുക്കുക, കാലത്ത് ഒരു മണിക്കൊക്കെ ഇളക്കുക. പിന്നെ നമ്മുടെ നികത്തിൽ തുടങ്ങി ഇവിടം വരെ പുല്ല് വയ്ക്കുക. അപ്പൊ പൊതുപ്രവർത്തനമായി ഗൈസ്, നമ്മൾ റിവെഞ്ച് എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. അതിനുവേണ്ടി നമ്മൾ കാലത്ത് 6-7 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 7 മണിയായിട്ടുള്ളൂ. ഞാൻ ഒറ്റക്കല്ല, നമ്മുടെ പിള്ളേരും ഉണ്ട്. അല്ലേ മോനെ? സത്യം പറയാല്ല, എനിക്ക് ഇത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നാണ്. എങ്ങനെയെങ്കിലും ഒരു 3-4 ഡമ്പലെങ്കിലും അല്ലേ എടുത്ത് പൊക്കണം. ആ മൂഡിലാണ് നിൽക്കുന്നത്. കേട്ടാ, കൈ ഉണ്ടോ അല്ലേ? ആ വാഴപ്പിണ്ടി കൈ കാണിച്ചു കൊടുത്തരാ. എന്തായാലും ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് 6 പാക്ക് ആക്കണം, അത് തന്നെ ഉദ്ദേശം. മോനെ, ഇതെങ്ങനെയാണ് നമ്മള് ഫുൾ ഡേ ഒന്നുമില്ല, ഉഷാറാക്കണ ജോലി എല്ലാ ദിവസവും. അതെ, രാവിലെ 6:30 കണ്ടാ മതി. ജിമ്മിൽ പോകുന്നു, മസിൽ വെക്കുന്നു, ഇടിക്കുന്നു. എന്നാലും ജിമ്മിൽ ചെന്നിട്ട് ജിമ്മിൽ എത്ര ആളായപ്പോ? വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 years ആയിട്ടുണ്ട്. ഇതിലൊക്കെ എത്രയായാലും വർക്കൗട്ട് ചെയ്യും? ഇത് അങ്ങനെ ചെയ്യാറില്ല, ലൈക്ക് വല്ലപ്പോഴും ഒരു 5-10 minutes അത്രേ ഉള്ളൂ. മോസ്റ്റ്ലി വെയിറ്റ് ട്രെയിനിങ്ങും പിന്നെ ക്രോസ് ഫിറ്റ്. മസ്കുലർ ഉപരി ഫിറ്റ്നസിലാണ്. മെയിൻ ഒരാൾക്ക് വേണ്ട ഫിറ്റ്നസ് ആണല്ലേ. ഇത് ഇപ്പോ കാർഡിയോ ഫ്ലോർ ആണ്, മോളിലാണ് മെയിൻ ആയിട്ട് വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്. അതൊരു വലിയ ഫ്ലോർ ആണ്, കുറേ മെഷീൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണണമെങ്കിൽ പോയി കാണാം. കാണാം, നമുക്ക് കാണാം. ഏതായാലും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ, ആദ്യം കുറച്ച് മടി ഉണ്ടാവുന്നല്ലേ. ഇതിന് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല് കൺസിസ്റ്റന്റ് ആയിട്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ 2 years എനിക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. മോസ്റ്റ്ലി മെയിൻലി പോയി കഴിഞ്ഞാൽ ഒരു 1 week ഒക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ വീക്ക്ലി 5 times വർക്കൗട്ട് ചെയ്യും. വീക്കെൻഡ് പോയാൽ വീക്കെൻഡ് വർക്കൗട്ട് ഇല്ല, ബട്ട് 5 days എന്തായാലും വർക്കൗട്ട് ചെയ്യും. ഞാൻ ഇൻഫോ പാർക്കിലൊരു കമ്പനിയിലാണ്. ഈ ഫിറ്റ്നസ് വന്നുകൊണ്ട് പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ, അപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട്. സോ ആ ടൈം ഞാൻ വേറെ ഒന്നിലും കൊണ്ടുപോയി യൂട്ടിലൈസ് ചെയ്യാണ്ട് എൻ്റെ ഫിറ്റ്നസ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യാറ്. നമുക്കൊരു വീഡിയോ നോക്കിയാൽ ഞാനും എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് മെന്റലിസ്റ്റിനെ കാണുന്നത്. പലതും വീഡിയോസ് കണ്ടിട്ടുണ്ട്, TV-യിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് ചെയ്തിട്ടില്ല. നമുക്കൊരു വീഡിയോ ചെയ്ത് നോക്കാം. എന്നൊന്ന് ക്യാമറ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ബ്രദറാണ് ക്യാൻ ചെയ്യുന്നത്. അവനാണ് എന്നോട് പറഞ്ഞത് 6 പാക്ക് വരാൻ അധികം വേണ്ട, ഒന്ന് നോക്കിയേക്കാതെ ഞാനും വിചാരിച്ചു. എന്തായാലും വെറുതെ ഇരിക്കണേയുള്ളൂ. ഞാൻ കുറച്ച് കാർഡ്സ് ആയിട്ട് വന്നത്. ഞാൻ കാർഡ്സ് ഇഷ്ടമാണോ? കളിച്ചിട്ട് നോട്ട് എ ഫാൻ. ഓക്കെ, ഞാനൊരു കാർഡ് ഏതായാലും ടോപ്പിൽ നിർത്തി. ഈ കാർഡ് ഏതാണെന്ന് അറിയാമല്ലോ അല്ലേ? ജോക്കർ. ഓക്കെ, കൈ ഒന്ന് കാണിക്കാവോ? ഓക്കെ, ഞാൻ ഈ കാർഡ് കൈ തരട്ടെ. ഈ കാർഡ് ഞാൻ ജസ്റ്റ് കൈ തരാം, അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ, കീപ്പ് ഇറ്റ് ഹിയർ. ആ കൈ വെച്ചൊന്ന് ക്ലോസ് ചെയ്തേക്ക്. ഓക്കെ, ഈ ജോക്കർ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അത് അവിടെ തന്നെ കീപ്പ് ചെയ്തോ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, എന്തൊക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊന്ന് സ്ലാപ്പ് ചെയ്ത് നോക്കട്ടെ ആ കാർഡിൽ എന്താണെന്ന് എനിക്ക് സംഭവിക്കണമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് സ്ലാപ്പ് ചെയ്ത് നോക്കാം. ജോക്കർ ഒന്ന് ചെക്ക് ചെയ്യാവോ കയ്യിലിരിക്കുന്നത്? യു ക്യാൻ ഓപ്പൺ.
ഒറ്റക്കാടല്ലേ? റിയലി? അയ്യാ, ശരിക്കും? ഇത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നോ. ഓക്കെ, വെയിറ്റ് ഫോർ എ സെക്കൻഡ്. ഓക്കെ, ജോക്കർ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് സംശയം ഉണ്ടോ അല്ലേ? ഓക്കെ, ഇറ്റ്സ് എ ക്യൂ റൈറ്റ്? ഓക്കെ ഓക്കെ, ഞാൻ ഈ ക്യൂ കൈ തരട്ടെ. ഷോ മി ഹാൻഡ്. ഒന്നുകൂടെ ഞാൻ ഒരു കാർഡ് തരാം. ഒന്ന് ക്ലോസ് ചെയ്യാവോ? അതെ, ഞാൻ ഒന്ന് സ്ലാപ്പ് ചെയ്യട്ടെ. തോന്നുന്നുണ്ടോ ഇതിൽ ജോക്കർ ആവുമെന്ന്? അറിയില്ല. ഓക്കെ, ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ജോക്കറാണോ? ഒന്ന് ക്യാമറയിൽ കാണിച്ചെടുക്കാവോ? ഏത് കാർഡാ കയ്യിൽ വെച്ചത്? ഇപ്പം ഏതായി? ഒന്ന് ക്യാമറ കാണിക്കാവോ? ഇതിൽ വേറെ കാർഡൊന്നും ഇല്ല. ഓക്കെ, ജോക്കർ എവിടെയെന്നറിയാവോ? ജോക്കർ എവിടെ ഇരുന്ന ആദ്യം? എൻ്റെ കയ്യിൽ. കൈ അത് മാറി. ഓക്കെ, ഞാൻ ഒന്ന് സ്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജോക്കർ ഈ ഡെക്കിലുണ്ടാവില്ല. ഓക്കെ, കാർഡ് എവിടെയെന്നറിയാവോ? അത് ഷുവർ? ഐ ഗസ് ഇറ്റ്സ് ഓൺ യുവർ പോക്കറ്റ്. നിങ്ങളുടെ ട്രാക്കിൽ പോക്കറ്റിലുണ്ടാവും. ശരിക്കും? നൈസ്. ലൈക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു, ഐ മീൻ ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് നെവർ എക്സ്പീരിയൻസ്ഡ്. നൈസ്. ക്ലോസ് യുവർ ഐസ്. ശരിക്കും ഫോക്കസ് ചെയ്യും. എത്ര വർക്കൗട്ട് ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇത് ശരിയാവില്ല, കണക്ട് ആവോ? ഓക്കെ, നെയിം എന്താ പറഞ്ഞത്? വിനീത. വിനീത. വിനീതയുടെ മനസ്സിൽ പെട്ടെന്നൊരു ഫ്ലവർ തിങ്ക് ചെയ്യും. ഓക്കെ ഓക്കെ, ഫ്ലവർ ഉണ്ടല്ലോ. ഓക്കെ, വിനീത മനസ്സിലുള്ള ഫ്ലവർ ഏതാ? പറയണോ? പറഞ്ഞു. റോസ്. ഓക്കെ, വിനീതൊക്കെ എൻ്റെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും കൈ വെക്കാം. ഇവിടെ വെക്കണം, ചെസ്റ്റിൽ വെക്കട്ടെ. ഓക്കെ, ചെസ്റ്റിൽ വെച്ചോ, വേറെ എവിടെ നോക്കണ്ട. ചെസ്റ്റിൽ. ഓക്കെ, ചെസ്റ്റ് ഫൈൻ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ആ ഫ്ലവറിലാണ് ടച്ച് ചെയ്തേക്കുന്നത്. എൻ്റെ ബോഡിയിലല്ല ടച്ച് ചെയ്തേക്കുന്നത്, ആ ഫ്ലവറിലാണ് ടച്ച് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ ചെയ്യും. ഓക്കെ, ഫ്ലവർ തൊട്ടടുത്തുണ്ടെന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ, യു ക്യാൻ ഓപ്പൺ യുവർ ഐസ്. കൈ ഒന്ന് സ്മെല്ല് ചെയ്യാവും. ശരിക്കും ആദ്യം കുറെ ജിമ്മന്മാർ ഒരുമിച്ച് കിട്ടട്ടെ. ഓക്കെ, പേര്? സുധീഷ്. വിഷ്ണു. സഫ്നിൽ. സുനിൽ. വിഷ്ണു. ഓക്കെ, ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവുന്നില്ല. ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാറ്. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് മല്ലു മെൻ്റൽസ് വിഷ്ണു എന്ന് പറഞ്ഞൊരു പേജാണ്. നിങ്ങളെ പറ്റുമെങ്കിൽ ഒന്ന് നോക്ക്. ഓക്കെ, ഞാനൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സുനിൽ എന്നല്ലേ സുധീഷ് എന്നല്ലേ പറഞ്ഞു? ഓക്കെ, സുധീഷ് സിംഗിളാണോ? കമ്മിറ്റഡാണ്? മാരീഡോ കമ്മിറ്റഡ്? ഓക്കെ, ആ പെങ്കുച്ചിൻ്റെ പേരൊന്ന് ആലോചിക്കാവോ? ഓക്കെ 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 ഓക്കെ, അത് ലൈക്ക് ഒരു മലയാളി ടൈപ്പ് നെയിം അല്ലേ? മലയാളി കോമൺ നെയിം അതോ? കോമൺ നെയിമാണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഒന്ന് തിങ്ക് ചെയ്യാവോ? ഓക്കെ, ആ ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യാവോ? ഫസ്റ്റ് ലെറ്റർ ഈസ് എ? നോ, എ അല്ല. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ മാത്രം തിങ്ക് ചെയ്യാവോ? എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് തിങ്ക് ചെയ്യാവോ? 6. പറയണ്ട, തിങ്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ലെറ്റർ ഈസ് ആർ? നോ. ആ പേര് തിങ്ക് ചെയ്യാവോ? ഓക്കെ,
റിലേഷനുള്ള ആളുടെ പേര് വേണമെങ്കിൽ ഷെയർ ചെയ്തു പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. പേരെന്തായിരുന്നു? മാളവിക. ഓക്കെ, അല്ല പേര് ശരിയായില്ല. മാളവിക, മാളു. കറക്റ്റ് തന്നെയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് ചുമ്മാ പറഞ്ഞതാ. പേടിക്കണ്ട, അവിടെ ക്യാമറ എടുക്കുന്നത്. അയച്ചു. ഓക്കെ. എങ്ങനെയുണ്ട് ജിമ്മുള്ള നല്ല ജിമ്മാണ്. ആൾക്കാരുണ്ട്, നല്ല സ്പേസ് ഉണ്ട്, സാധനങ്ങളുണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് വർക്കൗട്ട് ചെയ്ത് ഉഷാറാക്കി. പിന്നെ സിമ്പിള് ഫുഡാണ് മെയിൻ നമ്മളാ. അതെ ഗൈസ്, എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ജിം കണ്ടല്ലോ. അപ്പോൾ ഇതൊരു നല്ല ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. എന്താകുമെന്ന് ഭാവി കണ്ടറിയല്ലേ മോനെ? ഓക്കെ, പുലിക്കുട്ടികളാണ്. ഒരു 3 മാസം കഴിഞ്ഞാൽ വെറുതെ ചീത്തക്കുഴിയായിരിക്കും കയ്യിൽ മൊത്തം. പൊളി സാധനങ്ങളായിട്ട് ഞങ്ങൾ കണ്ട തിരിച്ചെത്തിയേക്കും ഞങ്ങൾ. അപ്പോൾ അടിപൊളി. ഫോർ മോർ വീഡിയോസ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പീസ്.